നമസ്തേ. നാരായണീയം ദശകം 8 പ്രളയവർണ്ണനം അതിൻ്റെ ആണ് വായിക്കാൻ പോകുന്നത് കേട്ടോ. ഏവം താവത് പ്രാകൃതപ്രക്ഷയാന്തേ ബ്രഹ്മേ കൽപ്പ ആദിമേ ലബ്ധജന്മ ബ്രഹ്മാ ഭൂയസ്തത്ത ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം സോയം ചതുരുംഗ സഹസ്രമിത്യാനിഹാനി താവന്മിദച്ഛ രജനീർബഹൂശോനിനായ നിദ്രത്യസൗത്വൈ നീലിയ സമം സ്വസൃഷ്ടൈ നൈമത്തികാ പ്രളയ മഹൂരദോസ്യ രാത്രീം ആസ്മാദൃശാം പുനർ ഹർമ്മമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോത്യാനുദിനം സഭവത് പ്രസാദാത് ബ്രഹ്മകൽപ്പജനുഷാം ച പരായുഷാം തു സുപ്തപ്രബോധന സമാപ്തി തഥാപി സൃഷ്ടിം പഞ്ചാശയത് അബദ്ധമധുനാ സ്വയോർത്ഥതാരൂപം ഏവം പരാർത്ഥ മതിവൃതിഃ വാർത്തതേസൗ തത്രാന്ത്യരാത്രി ജനിതാൻ കഥയാമി ഭൂമാൻ പഞ്ചദിനാവതരണമേച്ച ഭവദ്വിലാസാൻ ദിനാവസാനേത സരോജയോനി സുക്ഷുപ്തികാസ്ത്വയി സന്നിലേല്യ ജഗദീജതൊജ്വരം സമിയു തദ്ദേ ഏകാർണവപുസായി വിശ്വം തവൈവവേഷേ ഹണിരാജിശേഷേ ജലൈകശോഷേ ഭുവനെ സ്മരേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ സോയാഗിനിദ്ര പരിമുദ്രിതാത്മാ കാലാക്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യേ ദിശതാകിലാദൗ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തി വൃജേന തത്രാഖിലജാവസ്തമാ. ബാക്കി ഭാഗം പിന്നെ ഇതിൻ്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. അതായത് ബ്രഹ്മാവിൻ്റെ ആവിർഭാവം എന്ന് പറഞ്ഞാൽ ദശകത്തിൻ്റെ അർത്ഥം. പ്രാകൃത പ്രളയത്തിന്റെ അവസാനം ആദ്യത്തെ ബ്രഹ്മകൽപ്പത്തിൽ ജനിച്ച ബ്രഹ്മാവ് അങ്ങയിൽ നിന്ന് തന്നെ വേദങ്ങളെ ഗ്രഹിച്ച് മുൻ കൽപ്പാത്തിലേതുപോലെ സൃഷ്ടി നിർവഹിച്ചു. ആ ബ്രഹ്മാവ് 1000 ചതുർയുഗ കാലം വലിപ്പമുള്ള നീണ്ട പകലുകളും അത്ര തന്നെ രാത്രികളും വളരെയേറെ കഴിച്ചുകൂട്ടി. ഈ ബ്രഹ്മാവ് തന്റെ സൃഷ്ടിക്കൊപ്പം അങ്ങയിൽ ലയിച്ച് ഉറങ്ങുന്നു. അതിനാൽ ബ്രഹ്മാവിന്റെ രാത്രിയെ നൈമന്തിക പ്രളയം എന്ന് പറയുന്നു. ആ ബ്രഹ്മാവ് അവിടുത്തെ പ്രസാദത്താൽ വീണ്ടും ദിനംതോറും പ്രഭാതകർമ്മങ്ങൾ എന്ന പോലെ നമ്മെപ്പോലുള്ളവരുടെ സൃഷ്ടികർമ്മം നിർവഹിക്കുന്നു. ആദ്യത്തെ ബ്രഹ്മകൽപ്പത്തിൽ ജനിച്ച ചിരഞ്ജീവികൾക്കാകട്ടെ ഉറങ്ങി ഉണരുന്നതിന് തുല്യമായി വിസൃഷ്ടി ഉണ്ടാകുന്നു. ആ ബ്രഹ്മാവ് ഇപ്പോൾ തന്റെ ആയുസിന്റെ ആദ്യ പരാർത്ഥമായ 50 സംവത്സരത്തെ ജീവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, ആദ്യ പരമാർത്ഥത്തിന്റെ അന്ത്യരാത്രിയിൽ ഉണ്ടായതും അടുത്ത ദിവസം ദിനാരംഭത്തിലുണ്ടായ അവിടുത്തെ ലീലകളെ ഞാൻ വിവരിക്കാം. അനന്തരം ബ്രഹ്മാവ് ദിവസത്തിന്റെ അവസാനം ഉറങ്ങാൻ ആഗ്രഹിച്ച് അങ്ങയിൽ ലയിച്ചു. എല്ലാ ലോകങ്ങളും അങ്ങയുടെ ഉദരത്തെ പ്രാപിച്ചു. അപ്പോൾ ഈ ലോകം ഒറ്റക്കടലായി ഭവിച്ചു. വിശ്വമാകെ ജലം മാത്രമായി കഴിഞ്ഞപ്പോൾ അവിടുന്ന് ആനന്ദസാന്ദ്രാനുഭാവ സ്വരൂപത്തോടെ യോഗനിദ്രമുദിതമായ ആത്മാവോട് കൂടിയവനായി അവിടത്തെ തന്നെ രൂപാന്തരമായ ആദിശേഷനിൽ ശയിച്ചു. പ്രളയത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രളയം കഴിഞ്ഞാൽ എന്നെ ഉണർത്തുക എന്ന് കാലത്തോട് ആജ്ഞാപിച്ചുകൊണ്ട് തന്നിൽ ലയിച്ചുറങ്ങുന്ന ശക്തി സമൂഹത്തോട് കൂടിയവനും സമസ്ത ജീവനുകളുടെയും ആശ്രയഭൂതനുമായ അവിടുന്ന് നിദ്രയിലാണ്ടു. ഭാഗം പിന്നീട്. നമസ്തേ.